ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഒന്നിച്ചായിരുന്നു. ഒരു രാത്രി മുഴുവൻ ഞാൻ എൻ്റെ പെണ്ണിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. മരണത്തിന് മുമ്പിലാണെങ്കിലും ദൈവം അനുവദിച്ചു തന്നൊരു ദിവസം. നമുക്ക് പോവാം. എന്റെ മോള് രാധിക! ഏട്ടാ! വരുൺ! ഫിദ മാഡം! ഈശ്വര! ഏട്ടാ! വരുൺ! എടുത്തി, അതെന്റെ രാധിക മോള്. എന്റെ മോള് അത്. ശബ്ദം കേട്ടതനുസരിച്ച് അവരിതിനടുത്ത് എവിടെയോ ഉണ്ട്. വാ. വരുൺ! രാധിക! 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 നിസ്സാര ഭാഗ്യമല്ല. വീഴ്ചയിൽ പാറക്കൂട്ടത്തിൽ എവിടെയെങ്കിലും തട്ടിയെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. എനിവേ, പെട്ടെന്ന് ഇവരെ മുകളിലെത്തിക്കണം. താങ്ക്സ് വരും. ഒപ്പം ചാടുമ്പോൾ ഞാനൊന്ന് ഉറപ്പിച്ചിരുന്നു മേഡം.
ഇയാൾക്കൊന്നും പറ്റരുതെന്ന്. വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയണ്ടേ? അവിടെ എല്ലാരും തളർന്നിരിക്കുകയായിരിക്കും. അമ്മ ഇന്നലെ എങ്ങും പോയില്ലായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിന്നെ തിരിച്ചു കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുറെ നിർബന്ധിച്ചതാ മോളെ. പോലീസുകാർ വഴക്കുവരെ പറഞ്ഞു. എടത്തി, ഞാനൊരു ചായ ഇടട്ടെ? വേണ്ട, ഇപ്പൊ ആർക്കും ഒന്നും വേണ്ട. ഹലോ അച്ഛാ, വരുന്നതിനെ അധികം കണ്ടെത്തി. എടാ, അച്ഛാ, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ പരിക്കെന്തൊക്കെയേ ഉള്ളൂ. അവരെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. അവിടെ രാധികയുടെ അച്ഛൻ തളർന്ന് കിടക്കാന്നാ പറഞ്ഞത്. തിരുമേനി ചെന്ന് കണ്ടിട്ട് അവര് കണിമംഗലത്തേക്ക് വരും അച്ഛാ. പത്മിനി, ദൈവം കാത്തു. വരുണൻ രാധികയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഇങ്ങോട്ട് വരികയാണെന്ന്. മോനെ, എത്രയും പെട്ടെന്ന് അവരോട് ഇങ്ങോട്ട് വരാൻ പറയൂ. വരാച്ചാ, അച്ഛൻ ഫോം വെച്ചോളൂ. പിന്നെ അപകടം കരുതി കൂട്ടി ഉണ്ടാക്കിയതാ. അതിന്റെ ആളുകളെ പോലീസ് തിരയുന്നുണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നിട്ട് പറയാം. അച്ഛൻ ഫോം വെച്ചോളൂ. അവരിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. ദേവനാരായണൻ തിരുമേനിയെ ചെന്ന് കണ്ടിട്ട് വരാന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, പ്രാർത്ഥിച്ചതൊക്കെ കേട്ടല്ലോ. തിരിച്ചു തന്നല്ലോ എന്റെ കുഞ്ഞുങ്ങളെ. മോളെ, എന്താ മോളെ, കേട്ടിട്ട് വിശ്വാസമായില്ലേ? മോൾ എന്താ ഒന്നും പറയാത്തത്? അത് സന്തോഷം കൊണ്ട് അമ്മ. അമ്മേ, അപകടം ആരോ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാന്നാ പറയുന്നത്. അതിന്റെ പിന്നിൽ ആരാന്ന അന്വേഷണം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കൊടുത്തേ പറ്റൂ, എത്ര ഉന്നതന്മാരായാലും. അതെ, തിരുമേനിയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ച് മോശമാണ്. ഇത്രയും നേരം വെള്ളം പോലും കുടിക്കാതെ കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കുറേ നിർബന്ധിച്ചു. പക്ഷേ ഒന്ന് എഴുന്നേൽക്കാനോ ആശുപത്രിയിലേക്ക് വരാനോ അദ്ദേഹം കൂട്ടാക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ചെന്നൊന്ന് പറയും. ദേവേട്ട, ഒന്ന് എഴുന്നേറ്റ്. ഒന്നുകിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരെ കാണാം. ഇല്ല യശോദേ,
എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഞാൻ വരില്ല. ദേവ, നീ കൂടെ കൂടെ മറ്റുള്ളവരോട് പറയാറുള്ളതല്ലേ, പ്രാർത്ഥനയുടെ ഫലം പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ഉണ്ടാവണമെന്നില്ല, ഒരുപക്ഷെ പിന്നീടായിരിക്കുമെന്ന്. എന്നിട്ട് നീ എന്താ അത് ഉൾക്കൊള്ളാത്തെ? നടയിൽ നിന്ന് ഉറക്കെ നിശബ്ദമായിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്. പക്ഷേ നടയിൽ നോക്കി കൈകൂപ്പുന്ന അല്ലാതെ ധനികനാക്കണമെന്നോ ഐശ്വര്യങ്ങൾ വാരി തരണമെന്നൊന്നും ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടില്ല. ഭഗവാൻ നിശ്ചയിക്കുന്ന രീതിയിൽ എന്നെ നടത്തിക്കൊണ്ട് പോകണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മോൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ലെന്ന് ഭഗവാനും അറിയാമോ. പിന്നെ ശേഷിക്കുന്നത് മരണമല്ലേ. ഉപാസിക്കുന്ന ദൈവത്തിന് നടയിൽ കിടന്ന് മരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പുണ്യമല്ലേ. തിരുമേനി, കരിക്ക് കൊണ്ടുവരാൻ ആളെ വിട്ടിട്ടുണ്ട്. അതെങ്കിലും കുറച്ച്. ദേവ, അതെങ്കിലും നീ ഒന്ന് അനുസരിക്ക്. ഇല്ലമ്മേ, ഞാൻ കണ്ണും കാതും കൂടി പൂട്ടാൻ പോവുക. എന്തൊക്കെ ഈ പറയുന്നേ? സ്വച്ഛന്ത മൃത്യു എന്നൊന്നുണ്ട്. അത് മരണം നമ്മളെ വന്ന് കൊണ്ടുപോയല്ല, മരണത്തെ നമ്മൾ ചേർത്ത് പിടിക്കുന്നതാ. എന്റെ കണ്ണുകൾ ഇനി തുറക്കണമെങ്കിൽ എന്റെ മുന്നിൽ എന്റെ മോള് വേണം. എന്റെ കാതുകൾ ഇനി തുറക്കണമെങ്കിൽ അവളുടെ അച്ഛാന്നുള്ള വിളി ഞാൻ കേൾക്കണം. അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ദേവനാരായണൻ മൃത്യുവിലേക്കാ. അച്ഛാ, അച്ഛാ, ഈശ്വര, അത് മോളുടെ ശബ്ദമാണല്ലോ. തോന്നിയതായിരിക്കും. അച്ഛാ, അച്ഛാ, ദേവേട്ടാ, മോളെ, അച്ഛാ, അച്ഛാ, ദേവേട്ടാ, ദേവേട്ടാ, മോള് വന്നു. അച്ഛാ, മോളെ, മോളെ, അച്ഛനെ പേടിപ്പിച്ചല്ലോ. നമ്മുടെ മോള് വന്നു. മോളെ, എവിടെയായിരുന്നു മോളെ? പേടിപ്പിച്ചു. മോളെ, ഭഗവാൻ കാത്തു. തിരുമേനിയുടെ പ്രാർത്ഥന വെറുതെ ആയില്ല. നമ്മള് ഭഗവാനെ കാണും. ഭഗവാനെ, കുറച്ചു നേരം മായ കൊണ്ട് മൂടിയെങ്കിലും കൊണ്ടുവന്ന് തന്നല്ലോ. അടിയന് ഇനി ഒന്നും വേണ്ട. ഒന്നും വേണ്ട. മോനെ, ആരാ നിങ്ങളെ കണ്ടെത്തിയത്?
എനിക്ക് നല്ല പേടിയാവുന്നു. എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട എന്റെ സ്വപ്നങ്ങളെല്ലാം അതോടെ ഇല്ലാതാവും. കണിമംഗലത്തോ ആറ്റുവാശ്ശേരിയിലോ പിന്നെ എനിക്ക് സ്ഥാനമൊന്നും ഉണ്ടാവില്ല. ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയവര് ഒരു കാരണവശാലും തിരിച്ചു വരില്ല. അവരെ പോലീസ് പിടിച്ചാലും നമ്മുടെ പേര് പറയില്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ എനിക്ക് പറ്റും. വേറെന്തെങ്കിലും രീതിയിൽ അന്വേഷണം വന്നാലോ? പോലീസുകാർ ഏതൊക്കെ രീതിയിലാണ് സഞ്ചരിക്കാന്ന് നമുക്കറിയില്ലല്ലോ. നീ എന്തിനാ അവനോട് തട്ടിക്കയറുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണം വന്നാലും അത് തടയാനുള്ള മാർഗം നോക്കാന്നല്ലേ അവൻ പറഞ്ഞത്. പ്രിയങ്കെ, ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അന്വേഷണം വന്നാ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റുക രാധികയ്ക്ക. അതിന് നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? മനസ്സിലുള്ള ദേഷ്യമൊക്കെ തൽക്കാലം അങ്ങ് മാറ്റ്. എന്നിട്ട് ചേച്ചിയാണ് നിന്റെ ജീവനെന്ന് പറഞ്ഞു അങ്ങ് കരയാ. അത് പറ്റുമോ നിന്നെ കൊണ്ട്? കൽപ്പന പറഞ്ഞത് സത്യമാണ്. നിനക്കെതിരെ ഒരു അന്വേഷണം തിരിയുമ്പോൾ അത് രാധിക തന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. എല്ലാവരുടെ മുമ്പിലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സ്വന്തം നിലനിൽപ്പിനല്ലേ അത് ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കിതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല എന്നറിയാം. ചെറിയമ്മേ, ഒരാപത്ത് വന്നപ്പോഴേക്ക് നിങ്ങളുടെ സംസാരമൊക്കെ അങ്ങ് മാറുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാ എന്തെങ്കിലും പ്രശ്നം വന്നാ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതോടെ നിങ്ങൾ ഒതുക്കാന്ന് വിചാരിക്കണ്ട. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്ന് ഞാൻ കണിമംഗലത്ത് നിന്ന് പുറത്തായാലും എനിക്ക് പുറകിലെ നിങ്ങൾ 3 പേരും ഉണ്ടാവും. ഇവളെ സൂക്ഷിക്കണം ചെറിയമ്മേ. ഇവള് നമ്മൾ വിചാരിച്ചത്ര നിസ്സാരക്കാരിയല്ല. വരുൺ കൊക്കയില് വീണെന്ന് പറഞ്ഞിട്ട് കുലുങ്ങാത്ത മനസ്സാ അവളുടേത്.
എന്തായിരുന്നു എല്ലാവരും കൂടി അവിടെ? അത് വരുണൻ ചേച്ചിയൊക്കെ തിരിച്ചു വരുന്ന എന്റെ സന്തോഷം പറയായിരുന്നു. എന്നിട്ട് ആ സന്തോഷം നിന്റെ മുഖത്തില്ലല്ലോ. എന്താ മോളെ, സന്തോഷ വാർത്ത കേട്ടിട്ട് തളർന്നു പോയതാണോ? ഏയ് മുത്തശ്ശി എന്തായി പറയുന്നേ? ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് പോവാ. എന്തിന്? അത് പിന്നെ ചേച്ചിയെ കാണാൻ. അവരിങ്ങോട്ട് വരില്ലേ? ഇല്ല, അച്ഛനും അമ്മയും ചിലപ്പോ ചേച്ചി വിട്ടില്ലെങ്കിലോ. എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാൻ വയ്യ. ചേച്ചി ഒന്ന് കണ്ടിട്ട് ഞാൻ ഓടി വന്നോളാം.